ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. ഉറക്കത്തിൽ പണിയിച്ച് വന്നാടാ ഗൈസ്. അച്ഛനമ്മ മേടിയില്ല, അവർ അമ്മ വീട്ടിൽ പോയിട്ടുള്ള അമ്മേൻ്റെ വീട്ടിൽ. പക്ഷേ ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ ഗൈസ്. ക്ലാസ്സിന് പോകാൻ നോക്കുകയാണ്. അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഗൈസ്. ഇതായിട്ട് നമ്മൾ വെച്ച വൈഫൈ ഇവിടെയാണ് ഫിറ്റ് ചെയ്ത വൈഫൈ എല്ലാം അടിപൊളി ഗൈസ്. ആദ്യം വിചാരിച്ചത് ഇവിടെ ഫിറ്റ് ചെയ്യണം ഇങ്ങേ അറ്റത്ത്, പക്ഷേ വയറ് നോക്കറ കേബിള് ചെറുത് മീൻസ് അങ്ങനെയല്ല, മടങ്ങിയ പൊട്ടും ഗൈസ്. അതുകൊണ്ട് തന്നെ എടുത്തൊക്കെ വെച്ചു ഗൈസ്. അമ്മ ഫുഡൊക്കെ എടുത്ത് വെക്കുന്ന ഗൈസ്. അമ്മക്ക് കൊണ്ടുപോകണ്ട് വറവലം കരിഞ്ഞല്ലേ ഗൈസ്. ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഇന്ന് രാവിലെ ഗൈസ്. ചായലും കുടിച്ചു. ക്ലാസ് എന്താണ് ഗൈസ്, ക്ലാസ് 10:30 തുടങ്ങും. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയെന്ന് ഗൈസ്. ക്ലാസ് 10:30 തുടങ്ങും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റായി പോയാലും സീനൊന്നുമില്ല. ഇപ്പോൾ 9:45 10 മണിക്ക് അല്ല 10:30 ഇനിയും കുറച്ച് സമയമുണ്ട്. വീടിന് അടുത്തേക്ക് ഒരു 5-10 ഉണ്ട് തളിപ്പുറമ്പലേക്ക് ഗൈസ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അന്നത്തെ അച്ചാച്ചനമ്മ വീട് ഇല്ല. അമ്മ അമ്മേൻ്റെ വീട്ടിൽ പോയോണ്ട് നമ്മുടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വേഗം നോക്കിയിട്ട് വേഗം ഇറങ്ങണം. അയ്യോ ആ ഗൈസ്. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, QR ഗ്യാങ് പിക്ക് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൈസ്. കാണാത്തവരാണ് ഇപ്പം കാണാം. ഇപ്പം അതിനെ അടുപ്പിച്ചൊരു സാധാരണ ആദ്യമായിട്ട് ഗൈസ് ലൈവിൽ ഒരു 150 മേലെ വ്യൂസ് കിട്ടുന്നത് ലൈവിന്. അത് 161 വ്യൂസ്. ലൈവ് ചെയ്യുമ്പം അത്ര ഒരു 130 ഉണ്ടായിരുന്നു വ്യൂസ്. അതുകൊണ്ട് നല്ല വ്യൂ റേഞ്ച് കൂടിയിട്ടുണ്ട്. ആ ലൈവിൻ്റെ മാത്രം വ്യൂ റേഞ്ച് നല്ല കൂടിയിട്ടുണ്ട്. ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഇന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. 15-ാം തീയതി 15 അതെ 15-ാം തീയതി ബുധനാഴ്ച. ഞാൻ ഇന്ന് ചെയ്യുന്ന സമയം തന്നെ ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗും കാണുന്നുണ്ടാവുക. അല്ല, ചെയ്ത ദിവസം തന്നെ ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നുണ്ടാവുക. 15-ന് ഞാൻ അപ്ലോഡ് ചെയ്യും ഗൈസ്. ഞാൻ പോകേണ്ടില്ല ഗൈസ്. ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരാം. അപ്പോഴേക്കും അമ്മ റെഡിയാവും ഗൈസ്. അമ്മ ഞാൻ ഒരുമിച്ച് ഇറങ്ങിയിട്ട് അമ്മ ചെറുനാറിലേക്ക് പോകും, ഞാൻ തളിപ്പറമ്പിലേക്ക് പോകും. അമ്മ വരെ ലേറ്റ് ആവും, പക്ഷെ ഞാൻ ഉച്ചയാകുമ്പോൾ എത്തും ഗൈസ്. എനിക്ക് അത്ര വലിയ ക്ലാസ് ഒന്നുമല്ല ഗൈസ്. കേരള ഡിജിറ്റൽ അക്കാഡമിയാണ്, അതുകൊണ്ട് വേഗം കഴിയും ഗൈസ്. അങ്ങനെ ഞാൻ മാറ്റി പോവാൻ സമയം 10:15. അയ്യോ മുഞ്ചി. ഓക്കെ ഗൈസ്, പോയേക്കാം. അമ്മേ വന്നേ ഗൈസ്. ബസ് സ്റ്റോപ്പിലെത്തി. അയ്യോ ഗൈസ്, ഭയങ്കര ചൂട് കിട്ടാ. ബസ് വരുന്നില്ല. ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. സമയം 1 മണി അടുപ്പിച്ചാ പറയാം ഗൈസ്. വീട്ടിൽ ഫുഡ് ഉണ്ടോ ചോദിച്ചാ ഫുഡ് ഉണ്ട്. കായ്ക്കറിയാണ് ഗൈസ്. ഫുഡുണ്ട്, ഒരു കറിയുണ്ട്, പിന്നെ ചോറുണ്ട്. പക്ഷെ എൻ്റെ മൈൻഡ് പറയുന്നത് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ എന്നതാണ് ഗൈസ്. പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ തോന്നുന്നത് ഗൈസ്. അതാ നല്ലത്. ഒരു ചോറുണ്ട്, കറിയുണ്ട്, പക്ഷെ വെറുതെ ഓർഡർ ചെയ്തേക്കാം. ഞങ്ങൾ KFC ചിക്കനൊക്കെ അടിച്ച് പറിച്ച് തിന്നാനേ. ഇവിടെ ഫുഡുണ്ട്, പക്ഷെ വേണ്ട, ഓർഡർ ചെയ്യാം ഗൈസ്. ഇപ്പം സമയം 1 മണി എത്ര, ഇപ്പോഴേ ഓർഡർ ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം വന്നവിടെ ഗൈസ് ഒരു 2 മണിയിലാവട്ടെ. വൈഫൈ ആണ് ഗൈസ്. വൈഫൈ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് നല്ല ഗൈസ്. ആദ്യം വീഡിയോ വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വീഡിയോ വെച്ചിന് ആദ്യം, പിന്നെ അവർ വന്ന് ഇവിടെ ഫിറ്റ് ചെയ്തു ഗൈസ്. അത് ഇവിടെ വെച്ചിട്ട് നല്ല റേഞ്ച് ഉണ്ട് ഗൈസ്. ഇപ്പോൾ നോക്കറ, ഇതാണ് വൈഫൈൻ്റെ പ്ലഗ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഈ ഒരു മൾട്ടിപ്പിന്നിലാണ് ഈ 3 പ്ലഗും കുത്തിയിട്ടുള്ളത്. അത് ഇത് സെറ്റ് ബോക്സിൻ്റെ, ഇത് ഹോം തിയേറ്ററിൻ്റെ, ഇത് TVൻ്റെ ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കറ ഗൈസ്. വൈഫൈൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടാ ഒരു ലൈറ്റ് കത്തി. ഇവിടെ 5ഉം കത്തി വരണം ഗൈസ്. സമയം 1:45 12:45. ഞാൻ കുപ്പായെല്ലാം മാറ്റി സെറ്റായി നിൽക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം. അയ്യോ ഗൈസ്, 8 കാലി ഗൈസ്. മേശനാല 8 കാലി എന്നല്ല, ചെറിയൊരു വണ്ണാനാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഗൈസ് ഇത്രയൊരു ഫ്രീ ഫയർ റാങ്ക് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. വന്നത് 12:45, ഇപ്പോൾ 1:45 ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാം ഗൈസ്. ഫുഡിന് എപ്പോൾ വരുവാറെങ്കിൽ അവരന്ന് 1/2 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും തോന്നുന്നു അവരുടെ ഡെലിവറി ചെയ്യാൻ വേണ്ടി. നോക്കട്ടെ ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 18 മിനിറ്റ് കൊണ്ട് എത്തുന്ന പറയുന്നത്. പക്ഷെ ലൊക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങെത്താനായി. അവരെത്താനായി എന്ന് പറയുന്നത് ഗൈസ്. അയ്യോ
ഗൈസ് ഓർഡർ ചെയ്തിട്ട് ഇപ്പം 15 മിനിറ്റായി. സാധനം 18 മിനിറ്റ് കൊണ്ട് എത്തുന്ന പറയുന്നത്, പക്ഷേ ഇതുവരെയായിട്ട് എത്തിയില്ല. ലൊക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ എത്തി. ലൊക്കേഷൻ്റെ ഇവിടെ വന്ന് കാണിക്കുന്നവർ. ഇനി വെയിറ്റിംഗ് ഗൈസ്. ദേശന്ന് കണ്ണാണെന്നില്ല ഗൈസ്. 300 രൂപ ആയിട്ടാണ് സിംഗർ ബർഗറിന് 300. ഗൈസ് പിന്നെ ഒരു ഓഫർ ഉണ്ട് ചിക്കിങ്ങിൽ. ചിക്കിങ് അല്ല, സോറി, KFCയിൽ അല്ല, ചിക്കിങ് ആണ് ഗൈസ്. അതിൻ്റെ അകത്തൊരു ഓഫർ ഉണ്ട് ഗൈസ്. ഒരു സിംഗർ ബർഗർ വാങ്ങിയാൽ അതിൻ്റെ കൂടെ ഒരു ബക്കറ്റ് 12 പീസുള്ള ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഫ്രീ ആണ് ഗൈസ്. അതുകൊണ്ടാണ് തന്നെ എടുത്ത് കോമ്പോയിൽ വരുന്നത്. പിന്നെ പെപ്സിയെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗൈസ്. 13 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് ഇപ്പം കാണിക്കുന്നത് ഗൈസ്. അയ്യോ ഗൈസ്, അവർ പിക്ക് ചെയ്യാൻ വരികയാണ്. ഇപ്പോൾ കോൾ ചെയ്ത് എന്നിട്ട് അവർ ഇവിടെ വളപട്ടണമല്ല, കുറ്റിക്കോലിന് ചിക്കിങ്ങിലേക്ക് ഇത് പിക്ക് ചെയ്യാൻ പറ്റുള്ള അവിടെ ഇപ്പോൾ എത്തും ഗൈസ്. എത്തുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് 13 മിനിറ്റ് എന്നാണ് ഗൈസ്. 13 മിനിറ്റും കഴിഞ്ഞ് ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പോൾ സമയം നോക്കാം, 2:10. എത്ര സമയം ഞാൻ കാത്തു നിൽക്കുക. ഇതെന്താ ഗൈസ്, തളിപ്പറമ്പെന്ന് വരണ്ടേ? 10 മിനിറ്റ് കൊണ്ട് എത്തണ്ടേ? ഇതുവരെയായിട്ട് എത്തിയില്ല. 18 ആദ്യം 18 കാണിച്ചു, പിന്നെ 13 കാണിച്ച്, ഇപ്പം കാണിക്കുന്നത് 12 എന്നാണ്. 12 എടുത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10 മിനിറ്റായി. ഇതുവരെയായിട്ട് എത്തിയില്ല. സംഭവം വേറെ ഒന്നല്ല, അവരിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ബ്ലോക്ക് പെട്ടെന്ന് പറഞ്ഞേ ഗൈസ്. തൃച്ചംബരം ബ്ലോക്ക് ഉണ്ട്. ഞാൻ ബ്ലോക്ക് പെട്ടുകൊണ്ട് ലേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞേ. ഇപ്പം വിളിച്ചിട്ടുണ്ട്, ഇപ്പം വിളിച്ചു അവർ. ഇനി ഫുഡ് വരുന്നവരെ ഇങ്ങനെ കുത്തി നിൽക്കണടാ ഗൈസ്. ഫുഡ് റോട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഗൈസ് അവരോട് എത്തിയിട്ടാ, കുറ്റിക്കോടെത്തി. ഇപ്പം ഫുഡ് എത്തും. ഫൈനലി KFC അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അയ്യോ, അത്ര നേരമായി അറിയാം ഗൈസ്. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ട്രൈയിങ് KFC സിംഗർ ബർഗർ ഗൈസ്. എത്ര നേരം കാത്തുനിന്നിട്ട് ഈ സാധനം എത്തിയെന്നറിയാം ഗൈസ്. ഇതാ ഓർഡർ സാധനം, സിംഗർ ബർഗർ ഗൈസ്. ഇതിൻ്റെ നമ്മൾ ഓർഡർ ചെയ്തത് സിംഗർ ബർഗർ മാത്രമാണ്, പക്ഷേ അമേരിക്കൻ ക്ലാസിക് സിംഗറുണ്ട്, പെരി പെരി 2 പാക്കറ്റ് സ്ട്രിപ്സും ഉണ്ട്, പിന്നെ ഫ്രൈഡ് മീഡിയം ഉണ്ട്, പെപ്സി ഉണ്ട്. അതെല്ലാം കോമ്പോയിൽ കിട്ടിയത് ഗൈസ്. കോമ്പോ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. നമുക്ക് ഒരെണ്ണം ഗൈസ്, അങ്ങനെ നമുക്ക് അൺബോക്സ് ചെയ്യാം. എത്ര ദേശന്ന് കാത്ത് വെട്ടി നിന്നിട്ട് ലാസ്റ്റ് കിട്ടിയതാ. ഓക്കേ, ഇതെന്താ ഗൈസ്? ഇത് ഞാൻ ഓർഡർ ചെയ്തല്ല കേട്ടോ, ഇത് ഇവർ കോംബോ കൊടുക്കുന്നേ KFC. വേറെ ഉണ്ട് എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞതാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് തന്നെയാണ് ഗൈസ്. ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. അവിടുത്തെ KFC ഇവിടെ KFC അതന്നെ. പിന്നെ ഗൈസ് നമ്മൾ മെയിൻ സാധനം ബർഗർ അല്ല, അതെ, തന്തൂരി ബർഗർ ഉണ്ട്, ക്ലാസിക്കലുണ്ട്. പിന്നെ ഗൈസ് ഇത് കെച്ചപ്പും അതെല്ലാം. അത്രയുള്ളത്. ഓക്കെ, സ്ട്രിക്റ്റ് ഗൈസ്. ഞാൻ ഓർഡറിൻ്റെ അകത്ത് പെപ്സി ഉണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ ഇതിനകത്ത് പെപ്സി ഇല്ല. ഞാൻ വിചാരിച്ച അന്നത്തെ പെപ്സിയുടെ ഓർഡർ ചെയ്തേ ഗൈസ്. പിന്നെ ഞാൻ ഓർത്ത പെപ്സി ഞാൻ ക്യാൻസൽ അടിച്ചിന് ഗൈസ്. അതിൻ്റെ പൈസ തിരിച്ചു കിട്ടീന്, ഞാൻ ക്യാൻസൽ അടിച്ചിട്ടുണ്ട്, ഞാൻ മറന്നു പോയിട്ടത് ഗൈസ്. നമുക്ക് തന്നെ KFC ട്രൈയിങ് KFC ഐറ്റംസ് ഉണ്ട്. ഇതെന്താ ഇത്? ഫ്രൈ ഇത് ചിക്കനാണ് ഗൈസ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്, ഇത് ബർഗർ. കുഴപ്പമില്ലാത്ത ബർഗർ ഗൈസ്. ഒരു ബർഗറുണ്ട്, പിന്നെ തന്തൂരി ഡിപ്പ് എടുത്തു. അത് ഗൈസ് തന്തൂരി ഡിപ്പല്ല, ഇതന്നെ തന്തൂരി ഡിപ്പ് അതിൻ്റെ അടുത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും ഉണ്ട് ഗൈസ്. പിന്നെ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം ഗൈസ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഗൈസ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടുള്ള ഫുഡ് റിവ്യൂ ആണ്. അതെങ്ങനെയാവുമെന്നൊന്നും അറിയില്ല, ചെയ്ത് നോക്കാം ഗൈസ്. ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ കാക്കാണ് നോക്കുന്നത്, പക്ഷേ അതാണ് മെയിൻ ഗൈസ്. അങ്ങനെ നമ്മളെ ഡിപ്പെല്ലാം ഇതിൻ്റെ കാക്കി നമുക്ക് ഫസ്റ്റ് ബർഗറിൽ നിന്ന് തുടങ്ങിയ ഗൈസ്. ഇതെങ്ങനെയാണ് ഇപ്പോൾ എടുക്കുക കഴിക്കുമെന്ന് അറിയില്ല. നല്ല ഹ്യൂജ് ബർഗറാണ് കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് യെസ്.
KFC ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ മുമ്പൊക്കെ ട്രൈ ചെയ്തിന്, പക്ഷെ ഫുഡ് റിവ്യൂ ചെയ്തില്ല, അതാണ്. ഗൈസ് 300 രൂപയ്ക്ക് ഇത് വർത്താം. അടിപൊളി സാധനം, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. ഇത് ഗൈസ് ഈ ബർഗർ മാത്രമേ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ബർഗറും പെപ്സി ഞാൻ ക്യാൻസൽ അടിച്ചു. ഇതിൻ്റെ പേരെ കോംബോ കിട്ടിയത് ഗൈസ്. ഈ ഡിപ്പും ഇതിൻ്റെ പേരെ കോംബോ കിട്ടി. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും കോംബോ കിട്ടി. ഫ്രൈഡ് ചിക്കൻ കോംബോ കിട്ടി ഗൈസ്. അതെൻ്റെ ഭാഗ്യം എന്നാണ് പറയാം. ദീപാവലീൻ്റെ ഇതാണ് ഗൈസ്. ഗൈസ് എനിക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായില്ല ഇങ്ങനെ ഫുഡ് റിവ്യൂ ചെയ്യണമെന്ന്. പക്ഷെ എന്തായാലും ഇന്നൊരു ദിവസം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ തോന്നി. അന്നേരം പിന്നെ എന്തുകൊണ്ട് വീഡിയോ ചെയ്തുകൂടാ, അങ്ങനെ വിചാരിച്ച് ചെയ്താൽ ഗൈസ് അടിപൊളി ബർഗർ കേട്ടോ. പിന്നെ ഗൈസ് ഓർഡർ ചെയ്യുമ്പോൾ വേറൊരു ബർഗർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മെക്സിക്കൻ സ്പൈസി ബർഗർ. പക്ഷെ അതിന് 700 രൂപ സൗണ്ട് വാങ്ങിയില്ല. അതായത് 300 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർത്താം. ഇതാ ഈ 2 സാധനം നിങ്ങൾക്ക് കിട്ടുക. പ്രൊമോഷൻ ഒന്നല്ല ഗൈസ്, സത്യത എന്താ വേണ്ടി ഞാൻ പൈസ കൊടുത്തു വാങ്ങി. ഗൈസ് ബർഗർ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ വലിയ യുദ്ധത്തിന് ശേഷം ബർഗർ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. ഫ്രൈഡ് ചിക്കൻ ഇങ്ങനത്തെ വാങ്ങിയിട്ടാ. ഇതിൻ്റെ സ്പൈസി ഉണ്ട്, ഇത് സ്പൈസി അല്ല, ഇത് നോർമലാണ് ഗൈസ്. അടുത്ത ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് സ്പൈസി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗൈസ് ഇതും പൊളിയാം, കിട്ടുന്ന സാധനം. ഗൈസ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് കോംബോ നല്ല എരിവുണ്ട് കേട്ടോ, സ്പൈസിയാണ്. അയ്യോ ഗൈസ് ഇത് ഓർഡർ ചെയ്തല്ല, കോംബോനെ കിട്ടിയതാണെങ്കിലും ഗൈസ് അടിപൊളി സാധനം. ഒരു ഇതിൻ്റെ അകത്ത് 3 പീസ് വരുന്നത് ഗൈസ്, അല്ല 2 പീസ് വരുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് കുറേ ഉണ്ട്, കുറേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് 2 പീസ് വരുന്നുള്ളൂ. അത് നമ്മൾ ഓർഡർ ചെയ്തല്ലല്ലോ, കോംബോ ആണ് ഗൈസ്. സ്പൈസി ആട്ടോ, നോക്കി നല്ല എരിവുണ്ട് ഗൈസ്. ഇതെന്താ സൂമാവാത്തെ, ഫോക്കസ് ആകുന്നില്ല ഗൈസ്. നോക്കറാം, നല്ല സ്പൈസി ആയി, അതാ ഭയങ്കര എരിവ് ഗൈസ്. ഈ റിവ്യൂ കിട്ടില്ല റിവ്യൂ ഗൈസ്. ഇനിയും ഇങ്ങനെ ഫുഡ് റിവ്യൂ എല്ലാം കൊണ്ട് ഞാൻ വരും കേട്ടോ. ഗൈസ് നല്ല എരിവ്, അതാണ് എൻ്റെ പൊന്നോ. ഇത് സ്പൈസി കേട്ടോ സംഭവം. പക്ഷേ ഇതിൻ്റെ പുറത്തൊന്നും സ്പൈസി അങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നല്ല സ്പൈസിയാണ്. അയ്യോ ഗൈസ് നമ്മളെ ചാനലിൽ മൂവീസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കുറേ സിനിമേൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുഡ് റിവ്യൂ ഇത് ആദ്യമായിട്ടാണ് ഗൈസ്. നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡ് റിവ്യൂ ഉണ്ടാവും. നമ്മളൊന്നും ചിക്കിങ്ങിൽ പോയില്ല ഗൈസ്. ഞാനും നമ്മളെ അല്ലു എന്ന് പറഞ്ഞ ചെക്കനും അത്രയും കൂടി ഗൈസ്. ആ ചിക്കിങ്ങിന് ആടെ ഫുഡ് അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കുറച്ച് വാങ്ങിയില്ല ഗൈസ്. പക്ഷേ ഇതൊരു കോംബോ മൊത്തം ഞാൻ എക്സ്പ്ലോർ മീൻസ് ട്രൈ ചെയ്ത് ഗൈസ്. എനിക്കൊന്ന് ചിക്കനാണെങ്കിലും ഡിപ്പിനാണെങ്കിലും എരിവ് കൂടുതലും തിരിയുന്നില്ല, ഭയങ്കര എരിവ്. അടിപൊളി സാധനം. അതിന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്
സ്നാക്സ് മാത്രം ഇങ്ങനെ എടുത്ത് തിന്നാം, അത്രേ ഉള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ് കുറേ ഉണ്ട്, അത് ഞാൻ മെല്ലെ തിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതാണ്, ഫുഡ് റിവ്യൂ ആണ് ഗൈസ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ട്രൈയിങ് KFC സിംഗർ ബർഗർ, അങ്ങനെയാണ് ഗൈസ് ഈ വീഡിയോ. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത നല്ല ഫുഡ് റിവ്യൂ ആയിട്ട് വരെ ഗൈസ്. ബൈ.